പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകളുടെ കൃത്യ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇതുപോലത്തെ ഇത് പറ്റി സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛനും കൊടുത്ത സംസ്കാരം, അവരുടെ അച്ഛനും കൊടുത്ത സംസ്കാരം ശരിയോ തെറ്റോ എനിക്കറിയാം. ഞാൻ പറയുന്നത് അത് ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഈ പരിപാടി വിളിക്കും. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും, ഒരു സ്റ്റാർ മാച്ച് ഫ്ലവേഴ്സ് TVയുടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊരു മറുപടി എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ സംഭവിച്ചു. ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം എല്ലാവരോടും ഇങ്ങനെ ഫ്രഷ് പറഞ്ഞിരുന്നത് നമ്മളൊരു വീഡിയോ ഞാൻ നടത്തുന്നത്. ഇതാണ് ഈ വീഡിയോ വരുന്നത് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പങ്കെടുത്ത, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്ത ഒരു ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു കൂട്ടം ചേർന്ന 100 മിമിക്രിക്കാരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ അറ്റാക്ക് ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വന്നു. അതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ഇപ്പോൾ കാണുന്ന വിവാദമാണ് എനിക്ക് തോന്നി. സംഭവിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചിന്തിച്ചറിയാൻ പറ്റും. സംഭവിച്ചത് ഇതാണ്. ഇവരുടെ ഒരു പരിപാടിയിൽ ഞാൻ അതിഥിയായിരുന്നു. അപ്പം അവിടെ എന്നെ പോലെ തന്നെ അതിഥിയായിട്ട് വന്ന 2 പഴയ നടിമാർ, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തരായ 2 നടിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിനിമയിൽ എൻ്റെ ഡോക്ടർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അപ്പോൾ ഭയങ്കര ഹിറ്റായ പാട്ട്. ആ പാട്ടിനോട് പാടാൻ പെണ്ണ് കിട്ടിക്കഴിഞ്ഞ ജീവിതം താലൊടിഞ്ഞ കത്തിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ, ചട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് കൂട്ടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കത്തിലാണ് മോനെ. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അപ്പോൾ ഇവരുടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, രജനി എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ചുറ്റും വീഴും കൂടെ എൻ്റെ കറക്റ്റ് ലിറിക്സ് അറിയട്ടോ. ഈ പാട്ട് ഇവരതിൻ്റെ കൂടെ പാടുകയും ഞാൻ ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കത്തിലാണ് മോനെ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമവും നടന്നു. അതെങ്ങനെ സംഭവിച്ചു വെച്ചാൽ, ഇപ്പം ഞാൻ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കത്തിലാണ് മോനെ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നു, ഓർക്കസ്ട്ര. അതേസമയം ഇവർ പെട്ടെന്ന് ഈ പാട്ടിലേക്ക് മാറ്റുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ഈ ഓർക്കസ്ട്രേഷൻ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ വേറൊരു പാട്ട് പാടും. നെഞ്ചുലിക്കും പഞ്ചമിക്കും വാദ്യം വേണം, ശുദ്ധികരണം പ്രത്യേകത്തിൽ നത്തടപ്പിൽ മുങ്ങി ആടും മുളങ്കാടും രാഗമൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും, നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യവേളം വേണം, ശുദ്ധീകരണം പ്രത്യേകത്തിൽ നത്തടപ്പിൽ മുങ്ങി ആടും മുളങ്കാടും രാഗമൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും എന്ന് പറഞ്ഞ പാട്ട് പാടുക. ഉടനെ അവർ പറയുന്നു ഇത് വെരി സെയിം, ഇതേ പാട്ടിന് അവർ പാടും. ഈ പാട്ടിന് ഞാൻ അടിച്ചു മാറ്റുന്നതാണ് ഈ പാട്ടുമായി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ എനിക്കനുസരിച്ച് വരും, ഇവർ പാടുമ്പോൾ ഇവർക്കനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വന്നു. പിന്നെ അവിടെ ഒരു നോൺ സ്റ്റോപ്പ് 10-15 പാട്ടിന് പാടണം. പാട്ട് ഞാൻ തുറക്കണം, പിന്നെ ഭായി കൂടിയെത്തി ഈ ആളുകളെല്ലാം കൂടെ ചേർന്ന് വേറെ പാട്ട് പാടുന്നു, ഒരു ബന്ധവുമില്ലാത്ത ഒരു കുലബന്ധവുമില്ലാത്ത പാട്ട് പാടുന്നു. ഉടനെ തന്നെ ഓർക്കസ്ട്രേഷൻ ഇവർക്കനുസരിച്ച് വരും. അപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുന്നു എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ നടക്കാം എന്ന് കരുതി ചെയ്താൽ അവൻ ചിലപ്പോൾ അവരെ അറിയാത്ത ഉദ്ദേശിച്ച് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ബൈ ചാൻസ് ആണ്. പക്ഷേ 2ഉം 3ഉം ഇതിനെ തുടർന്ന് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് ആവാം. കാരണം സന്തോഷ് പണ്ഡിറ്റിനെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ കരിയർ തകർക്കാനായി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് മറ്റുള്ള പാട്ട് അടിച്ചു മാറ്റിയിട്ടാണ് ഇയാളെ പാട്ട് ചെയ്യുന്നത് വരുത്തി തീർക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഗെയിം കളിക്കുന്നതാകാം എന്നെനിക്ക് തോന്നി. ശരി, അപ്പോൾ ഈ സംഭവത്തിനാണ് ഞാൻ അവസാനമായിട്ട് അവരോട് മറുപടി പറയുന്നത്. നമുക്ക് ഏത് പാട്ടും ഒരു 72 രീതിയിലാണ് നമ്മൾ ഏത് പാട്ട് ലോകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം പാട്ടായാലും അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, ഇതൊക്കെ ഒരു പൊതുവിൽ അതിൻ്റെ ഒരേ രീതി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നാടൻ പാട്ടാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരേ രാഗത്തിലോ ഇതിലോ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തെ എത്ര വലിയ മ്യൂസിഷ്യനാണെങ്കിലും അയാൾക്ക് 72 രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവനവൻ്റെ പാട്ടിനെ അതൊന്നും പുതുമയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചില ലിമിറ്റ്സ് ആണ് സത്യം പറഞ്ഞ എല്ലാ പാട്ടും നടന്നുകൊണ്ടിരിക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇപ്പോൾ എന്ന് മാത്രം ഞാനിപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഒരു ഏതൊരാൾക്ക് 100 പാട്ട് പാടും. അതിനകത്ത് ഈ ഒരു പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ അത് അടിച്ചു മാറ്റി എന്നല്ല, ഈ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു താളം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൽ നമ്മൾ തുടക്കം വേറെ മ്യൂസിക് ഇട്ടിട്ടും അതിൻ്റെ അതിൻ്റെ മീറ്ററൊക്കെ മാറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഒരാളുടെ പാട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഡോക്ടർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളിലെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം എന്ന പാട്ട് ഞാൻ അടിച്ചു മാറ്റിയെന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗജനിയുടെ പാട്ടെന്ന് വെച്ചാൽ എൻ്റെ പാട്ടിൻ്റെ ഒരു കരോക്കെ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗജനിയുടെ പാട്ടിൽ നിങ്ങൾക്ക് അനുസരിച്ച് പാടാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം അടിച്ചു മാറ്റിയാണ്. അല്ലാതെ വെറുതെ അനാവശ്യം ഒരു ആരോപണം ഉണ്ടെങ്കിൽ ശരിയല്ല. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ബന്ധവും എനിക്കറിയാം. പിന്നെ സർവോപരി സ്റ്റാർ മാച്ച് പോലത്തെ പ്രോഗ്രാം ശരിക്കും ഫണ്ണാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് ഫണ്ണാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഗസ്റ്റ് ഈസ് ഗോഡ്, നമ്മളെ വിളിച്ചു വരുത്തുക എന്ന ഒരു അതിഥിയാണ്. അപ്പോൾ നമ്മളോടൊരു കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതേപോലെ തന്നെ ടു ഗീവ് us to take us. അങ്ങനെ നിങ്ങൾ ഒരാൾ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ ബഹുമാനിക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊരാൾ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ സ്നേഹിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവരോടും ഗസ്റ്റ് ഈസ് ഗോഡും ടു ഗീവ് us to take us എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാതെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ചിലരെന്നോട് ചോദിക്കുന്നത്, സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ അറിഞ്ഞ് നടത്തിയ സ്ക്രിപ്റ്റ് ആണോ, ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നു, ഈ രീതിയിൽ എൻ്റെ സോങ്ങിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സാധാരണ മനഃശാസ്ത്രപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ സന്തോഷ് പണ്ഡിറ്റിന് ഒരാൾ അതിനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, അവരോടാണ് ചോദിക്കുന്നത്. കാരണം സന്തോഷ് പണ്ഡിറ്റിനെതിരെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്തതാണോ, കാരണം അതെങ്ങനെയാണ് ഇത് കൃത്യമായി ഇവർ പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ അതിനനുസരിച്ചും സന്തോഷ് പണ്ഡിറ്റ് പാടുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അനുസരിച്ചുമാണ് ഇങ്ങനെ ഒരു ചെയ്തത്
അപ്പോൾ അവരെല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നില്ല, അതിൽ ചില ആളുകൾ അതിൽ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ഒരു സന്തോഷത്തിന് ഒരു പണി കൊടുക്കാം, അയാളുടെ കരിയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തകർക്കാം എന്ന് കരുതി ഇവരെല്ലാവരും പഠിച്ചു അവരുടെ ഒരു 4 പാട്ട് പഠിച്ചു വരും. സന്തോഷത്തിന് ഏത് പാട്ട് പാടിയും പാട്ടാൻ പാടിയില്ല, എന്നാൽ ഓർഗനൈസേഷൻ നമുക്കനുസരിച്ച് വരുന്ന ആദ്യം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തതാണോ അതല്ല ഇവർ പാടുന്നതിനനുസരിച്ച് അയാൾ ബൈ ചാൻസ് ഇടുകയും ഇത് എല്ലാം കൂടെ തലത്തിൽ വന്നതാണോ എന്നൊരു സംശയം. അപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും ഇതിന്റെ ഡയറക്ടറാണ് നമ്മൾ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് അല്ല. എനിക്കിങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അവരോടാണ് ചോദിക്കുന്നത്, സന്തോഷ് പണ്ഡിറ്റിനെതിരെ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതാണോ, അയാളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണോ എന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും ഡയറക്ടറോടുമാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ബൈ ചാൻസ് ആണ്, 2 ഓപ്ഷൻ ഉണ്ട്. ഇത് ബൈ ചാൻസ് ആണ് സംഭവിച്ചിരിക്കുക, അവർ ഒരു രസത്തിന് നിലത്ത് തുടങ്ങി, പക്ഷെ അത് പിന്നെ അവരെ കൈവിട്ട് പോയി. ശരി, പിന്നെ പിടിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വായി തോന്നിയൊക്കെ പാടും, അതാണ് സംഭവം എന്തായാലും സീറ്റ് പോയി എന്നുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടിച്ച് മാറ്റി തോന്നുകയാണെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ എനിക്കെതിരെ എന്നെയാണ് പോകുന്നത്, പക്ഷേ എന്നൊക്കെ അങ്ങനെ എഴുതലോ. അപ്പോൾ അത് അവർക്കും അറിയാം, ഞാൻ മനസ്സിലാക്കാം. അപ്പോൾ ഇത് കൈ വിട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഡയറക്ടർ പിന്നെ ചെയ്യാമായിരുന്നു, ഈ പരിപാടിക്ക് ഒരു ഡയറക്ടറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം, അതെ എനിക്ക് ഈ പരിപാടി ഫണ്ണാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെ ഒരാളെ ഹറാസ്മെന്റ് ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാൻ അല്ല വേണ്ടതെന്നാണ് പരിപാടിക്കിടയിൽ വേണമെങ്കിൽ ഡയറക്ടറിനെ ഇടപെടാൻ. ഓപ്ഷൻ എ. ഇനി അതല്ല, അത് മൊത്തം കഴിഞ്ഞു പോയി, ശരി, അത് ഞങ്ങൾ മാത്രം അറിഞ്ഞ ഒരു കാര്യമാണ്. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം കട്ടില്ല, കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഡയറക്ടർ വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ നന്നായിട്ട് പൊങ്കാലിട്ട് വന്നു, ഇവർ പാട്ടും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് മനസ്സിലാക്കി. വെറുതെ എന്തിനാണ് ഈ പരിപാടി ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ആ പരിപാടിയുടെ നേച്ചർ അതല്ല, അല്ലാതെ ആരൊക്കെ ഇതൊക്കെ എവിടുന്നൊക്കെ കഷ്ടു എന്തൊക്കെ ചെയ്തു എന്ന് ആ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന പ്രോഗ്രാം പോലെ. എനിക്കാണ് പരിപാടിയുടെ നേച്ചർ അതാണ്, ഈ പരിപാടിയുടെ നേച്ചർ അതല്ലോ. അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് പലർക്കും പൊങ്കാലം കിട്ടുന്ന പറഞ്ഞ് പലരും വിഷമിക്കുന്നുണ്ടോ അങ്ങനെ ന്യൂസ് കാണുന്നു. അത് ഒഴിവാക്കാൻ മതി, ഡയറക്ടർ അത് കട്ടി തപ്പോ പേര് ആരറിയില്ല. അപ്പോൾ അത് കിട്ടും. ഞാൻ പറയുന്നു, നമ്മൾ ഒരാളുടെയും കരിയർ തകർത്തിട്ടോ ഒരാളുടെ മാനസികമായി ഒരുപാട് വേദനിപ്പിച്ചിട്ടോ ഒരാളുടെ കുടുംബം തകർത്തിട്ടോ നമ്മൾ റേറ്റിംഗ് കൂട്ടാൻ ഒരു ആവശ്യമില്ല. ഇത് ചിലപ്പോൾ വൈകാൻ സംഭവിച്ചിട്ടോ റേറ്റിംഗ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ഇനി എൻ്റെ 1-2 എക്സ്പീരിയൻസ് പറയാം. ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കണ്ടേ. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികം കഴിയുന്ന ഈ മിമിക്രി പരിപാടി മിമിക്രിക്കാർ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഞാൻ പോകാറില്ല. കാരണം എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്തിനും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിട്ട് തലവയ്ക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കിത് കേട്ടിട്ട് മറ്റത് മിമിക്രിക്കാരുടെ പരിപാടിയാണ് ഈ രീതിയിൽ ഒരു ബോധപൂർവ്വം സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇച്ചിരി കണ്ടതാണ് ഷോ. അത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം അവർ ശരിക്കും എനിക്കിതൊരു സ്ക്രിപ്റ്റ് ചെയ്ത് വന്നതാണോ അതല്ല അബദ്ധത്തിൽ ബൈ ചാൻസ് കൈവിട്ട് പോയതാണോ. കൈവിട്ട് പോയാണെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടല്ലോ. അവിടെ അപ്പോൾ മിമിക്രിക്കാരുടെ പരിപാടി ഞാൻ പങ്കെടുക്കില്ല. എന്നൊരു പ്രോഗ്രാം വിളിക്കുകയും എന്നോട് ചോദ്യം ചോദിക്കും, മിമിക്രിക്കാരാണോ ഞാൻ ഒന്നും വിട്ടേക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല ഈ കേരളത്തിലെ മൊത്തം മിമിക്രിക്കാരും പഠിക്കുന്നതിന് എതിരാണോ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ അഭിപ്രായമുണ്ട്. കാരണം 199 മിമിക്രിക്കാർ അത്യാവശ്യം ബോധവും അത്യാവശ്യം വിദ്യാർത്ഥി ഇങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ളവരാണ്. പക്ഷേ 101 സംസ്കാരം ഇല്ലാത്തവർ, പ്രത്യേകിച്ച് കുറച്ച് സീനിയറാണ്. ഞാൻ 10-30 കൊല്ലമായി പക്ഷേ വട്ടപൂജ്യമായി ജീവിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വന്ന സന്തോഷ് പണ്ഡിറ്റ് സ്റ്റാറായി. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിയാൽ 2021 ഏറ്റവും കൂടുതൽ വീഡിയോസ് 10 ലക്ഷം പ്ലസ് കിടക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ്. ഇവിടെ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ നടന്നോ മറ്റോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം. അപ്പോൾ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ഗൂഗിൾ ട്രെൻഡാണ്. കാരണം 2011 വന്നു 2021. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വീഡിയോസ് ആളുകൾ കാണുന്നു, സന്തോഷ് പണ്ഡിറ്റ് ആളുകൾ വിളിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അസൂയുണ്ട്. പിന്നെ കിട്ടുന്നതിന് 4% ഞാൻ ചാരിറ്റി ചിലവാക്കും. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് സന്തോഷ് പണ്ഡിറ്റിന് വരുമാനം കിട്ടരുത് എന്നുള്ളതുകൊണ്ട് കാരണം ഈ പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് പൈസ ആ പൈസ കിട്ടിയ സന്തോഷ് പണ്ഡിറ്റ് ആർക്കും കൊടുക്കും. അപ്പോൾ ആ അസൂയ കൊണ്ട് ആർക്കൊന്നും കിട്ടരുത് എന്ന മാനസികാവസ്ഥയുള്ള ചില മ്യൂസിക്കാരാണ് ഇതിന് പിന്നെ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മ്യൂസിക്കാരാണ് ഇതിൻ്റെ വിട്ട്. കാരണം ഒരു ഗ്ലാസ് വെള്ളം ഒരു തുള്ളിയെ വിഷമുള്ളൂ, നമ്മളത് വിഷമുള്ള വെള്ളം ഇതിലെ പറയുന്നു, അല്ലാണ്ട് അതിന് ഒരു തുള്ളിയിലുള്ള വിഷം നമുക്ക് കാര്യമല്ലോ. അതുപോലെ ഇവർ പങ്കെടുക്കുന്ന ഇവരെ ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന 100 മ്യൂസിക്കാരും ഒരുത്തനെ ഉണ്ടാവും വിഷയം. പക്ഷേ ഈ ഒരുത്തൻ മതി ആ പരിപാടി മൊത്തം പോകാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു മ്യൂസിക്കാരാണ് ഞാൻ പറ്റില്ല, ഇവർക്കാണ് ഈ പരിപാടി നടത്തിയത്. ഇവരെന്ത് ചെയ്യുന്നു, ഒരു കുറേ പെൺകുട്ടികളെ കൊണ്ടുവന്നു കേട്ടോ, ഒരു കോളേജിൽ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമില്ല. അങ്ങനെ ഈ പരിപാടി തുടങ്ങുന്നു. അത് നല്ല പരിപാടിയായിരുന്നല്ലോ. പരിപാടി കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഉച്ചഭക്ഷണം പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാം, ഈ ക്യാൻറ്റീൻ കഴിക്കാം. അപ്പോൾ ആ പരിപാടി പങ്കെടുത്ത കുട്ടികളെ അടുത്തേക്ക് വന്നു. അവരുടെ കൂടെ ഒരു ടീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ ഈ പ്രോഗ്രാം വളരെ പോസിറ്റീവായിട്ട് സന്തോഷ് പണ്ഡിറ്റുള്ള പ്രോഗ്രാം വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു പറഞ്ഞ നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെ ഒന്ന് ചോദിക്കണം, ഇതേപോലെ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എന്തിന് സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിനെ 5 ലക്ഷത്തിന് സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്, നിങ്ങൾക്ക് ബാഹുബലി എടുത്തൂടെ, നിങ്ങൾ ടൈറ്റാനിക് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച് അയാളെ പഠിപ്പിക്കണം. അയാൾ ആദ്യ റൗണ്ട് അയാൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് മറുപടി പറയും, തുടർച്ചയായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്ന ഉദ്ദേശം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ലോകത്തെ ഏതൊരു മനുഷ്യൻ അതിൻ്റെ തന്നെ വെച്ചിട്ടാണ് സിനിമ എടുക്കുന്നത് വയ്ക്കും. അപ്പോൾ അത് വെച്ച് ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. വേണമെങ്കിൽ കുട്ടി ഒന്ന് കരയാം. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് കാരണം ഒരു കുട്ടി കരഞ്ഞു. അപ്പോൾ ഇത് വെച്ച് കട്ടി ആണ് ഇതെന്തിനാണ് സന്തോഷ് പണ്ഡിറ്റ് അതിലേക്ക് വെച്ച് കുട്ടി എന്തിനാണ് കരഞ്ഞെന്നൊക്കെ നോക്കി ഇത് വെച്ചൊരു ഗെയിം കളിക്കാം, എന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം, എന്നിട്ട് അതിലൂടെ റേറ്റിംഗ് ഉണ്ടാക്കാം എന്ന് ആൾക്കാർ ചിന്തിച്ചു. അപ്പോൾ ഈ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യം ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞോളെ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെയല്ല, എല്ലാവരും എങ്ങനെയും റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ 1-1-3 ആയിക്കോട്ടെ, നമുക്ക് പല പ്രോഗ്രാംസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ പ്രോഗ്രാമും അങ്ങനെ കോമഡി ഫെസ്റ്റിവൽ ഒക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നല്ല പ്രോഗ്രാംസ് ആണ്. അതാണ് ഞാൻ ഇപ്പോൾ കുറേ നോക്കുന്നത് മ്യൂസിക്കാരുടെ പ്രോഗ്രാം പോകുന്നത്. ഈ പ്രോഗ്രാം വിളിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചു മ്യൂസിക്കാരാണോ ഞാൻ വരുന്നില്ല എന്നാണ്. അപ്പോൾ എന്നോട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ സാർ ഇത് 2 മ്യൂസിക്കാരേ ഉള്ളൂ, മ്യൂസിക്കാരില്ലോ, ഞങ്ങൾ അങ്ങനെ ഹറാസ്മെൻറ്റിൻ്റെ പ്രോഗ്രാം അല്ല, ഇതൊരു കോമഡി നേച്ചറാണ്. പക്ഷേ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എനിക്കിട്ട് പണി തരാൻ എന്നെ നോക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരാൾ ടാസ്ക് പോലെ ഏറ്റെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്കൊരു സംശയം, ചിലപ്പോൾ എനിക്ക് ഒരു സംശയം കിട്ടും. അന്ന് ആ പെൺകുട്ടികൾ
കാണിച്ച ഒരു പക്വത. പല എപ്പിസോഡും ഇതൊന്നല്ല, ഇങ്ങനെയുള്ള പല പരിപാടികളിലും ഏതെങ്കിലും ഒരു മ്യൂസിക്കാരനോ അല്ലെങ്കിൽ വരുന്ന അതിഥികളെ കൊണ്ടോ ചെറിയൊരു ടാസ്ക് സന്തോഷം ഇട്ട് പണിയും. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഹ്യൂമറാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമറിൽ പോയാൽ മതി. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ എൻ്റെ വീട് വിറ്റാ സിനിമ എടുക്കുന്നത്. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. പിന്നെ ഇവിടുത്തെ പല മ്യൂസിക്കാർക്കും മറ്റവർക്കൊന്നും ജോലി രാജിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, കാരണം ജോലി ഉള്ളവനെ രാജിക്കേണ്ട ആവശ്യം. അപ്പം ഞാൻ കലയ്ക്ക് വേണ്ടി വീട് വിറ്റു, എൻ്റെ ജോലികളൊന്നും ഇങ്ങനെ ഒരുപാട് അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്തു. ഇവരൊക്കെ കലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇവരാരെങ്കിലും വീട് വിറ്റിരുന്നോ? ഇവരാരുടെ വീട് ലഭിക്കുന്നത് ചിന്തിക്കണം. ഇവരാരെങ്കിലും അവരുടെ നല്ല ജോലി കൊണ്ട് നടന്നിട്ടുണ്ടോ? അങ്ങനെ ചിന്തില്ല. ഇവർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു? വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. സന്തോഷപ്പെട്ട് എന്താണ് ക്യാമറ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ഫേസ്ബുക്കിലായാലും ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ എത്ര പേര് മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഇട്ട് പോകും, നിങ്ങളിങ്ങനെ ഗുഡ് നൈസ് ചേട്ടാ ചേച്ചി ഹായ് തരും ഇങ്ങനെ പറയല്ലേ ചെയ്യുന്നു. നിങ്ങൾക്ക് വല്ല മറുപടി കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ സിനിമയിൽ മൊത്തം കാര്യം കൊണ്ട് തിങ്ങി നടന്ന് നിൽക്കുകയാണ്. കാരണം സിനിമാപരമായിട്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ കേൾക്കുന്ന എത്ര പാട്ടുകൾ വേറെ പല പാട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ കണ്ട എത്ര സിനിമ മറ്റു സിനിമകളിൽ നിന്ന് കോപ്പി ചെയ്ത പോലത്തെ സിനിമകൾ തോന്നുന്നത് എത്ര പേര് ഇവിടെ ഇംഗ്ലീഷ് സിനിമ അടിച്ചു മാറ്റി സിനിമ ചെയ്യുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന സിനിമ ചെയ്തത്. സന്തോഷപ്പെട്ടിന്റെ കാര്യത്തെക്കുറിച്ച് മറ്റും പറഞ്ഞ് കേട്ടതൊന്നും ബാക്കിയുള്ള സിനിമയൊക്കെ കാര്യം തൊഴുകയാണ്. നായകളൊന്നും ഇടിക്കുന്നു, വില്ലന്മാർ നടത്തിയിട്ട് വീഴുന്നു. ഇതാണോ അങ്ങനെ? ഇതാണോ റിയലിസ്റ്റിക് സിനിമ? അതിൽ ഏതെങ്കിലും ഒരു മര്യാദയ്ക്ക് വന്ന് നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ 2 കിലോമീറ്റർ കിടക്കുന്നുണ്ടോ? അതൊക്കെ അതിൻ്റെ ഓളത്തെ രസത്തിന്റെ രീതിയിലൊക്കെ കണ്ട് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നായകൻ നായിക പാട്ട് പാടും, ബാക്കിൽ കുറേ എണ്ണം നൃത്തം വയ്ക്കുന്നത്. എന്ത് ആവശ്യത്തിന് നായകൻ നായിക പഠിക്കാതെ നൃത്തം വയ്ക്കാൻ പറ്റും? ബാക്കിൽ കുറേ ആളുകൾ ആവശ്യമാണ്. ചിന്തിച്ചോളാം. അപ്പൊ എന്താണ് ഒരു രസം? ഇതിനെന്ത് റിയലിസ്റ്റിക്? അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള നായകനെ അയാൾ പോയിട്ട് വലിയ വലിയ പ്രസിഡന്റിനും അല്ലെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ ചെന്നും അദ്ദേഹം ഡയലോഗ് പറയുന്നു, അവരെ പോയി അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ന് ലോകത്ത് പോയി നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഒരു രസം. അതും അല്ലെങ്കിൽ പല സിനിമകളുടെ എന്തിലൊക്കെ എന്താണ് നായകൻ മൊത്തം എല്ലാ പ്രദേശങ്ങളൊക്കെ കത്തി ചമ്പലാക്കി കൊത്തറി ആൾക്കാരെയൊക്കെ വെടിവെച്ച് പോകുന്നു. എന്നിട്ട് നായകൻ അറസ്റ്റ് പോലും ചെയ്യണം. ഈ എന്നിട്ട് അതിന് 2ാം ഭാഗം വരും 3ാം ഭാഗം വരും നായകൻ അതിൽ ഉയർന്നു കയർത്ത് പോകുന്നതായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പരിപാടി കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു 2 തേങ്ങ കെട്ടും നിങ്ങളെ പേരും നാളും അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരും അട്ടവിട്ടാൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇവൻ 2 തേങ്ങ കെട്ടും പറഞ്ഞ വ്യത്യാസം ന്യൂസുമല്ലേ? ഇവിടെ ഇത്രയും പേരെ കൊല്ലുന്ന ഒരു നായകനെ ഇതിനൊരു പെറ്റി കേസ് പോലും എടുക്കുന്നില്ല. കാരണം നായകൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നത് പെറ്റി കേസൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് കലയെക്കുറിച്ച് തനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല പാടുന്ന സമയത്ത് എന്താണ് ഒരു സൗണ്ട്, സാധാരണ ഡയലോഗ് സൗണ്ട് വേറെ സൗണ്ട്. കാരണം വെച്ചാൽ പല എല്ലാവരും ഗായകരാവണമെന്നില്ല. അപ്പോൾ വേറെ ആൾക്കെന്താ പാടിപ്പിക്കുന്നത്? അപ്പോൾ സാധാരണ സീനിൽ ഒരു പാറയിൽ ചേർത്തിരിക്കുന്ന സൗണ്ട് ആണെങ്കിൽ പാടുന്ന സമയത്ത് നല്ല ഗായകരെന്ന് പഠിപ്പിക്കും. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റ് സിനിമ ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് സാധാരണ എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്രയും നേരം എങ്ങനെയാണ് നമുക്ക് കേൾക്കുന്നത് അതേ സൗണ്ട് തന്നെയാവും ഞാൻ പാടുന്നത്. അതല്ലേ കുറച്ചുകൂടെ വേസ്റ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സിനിമകളേക്കാൾ റിയലിസ്റ്റിക് ആയിട്ട് സന്തോഷ് പണ്ഡിറ്റ് സിനിമയിലെ അതുപോലെ ഇനിയിപ്പോൾ ഈ സ്റ്റാർ മാജിക്കിനെ കുറിച്ച് പലരും പറയുന്നത് വെച്ചാൽ അതിൽ പല കോമഡി ഡബിൾ മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ കമന്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ പലത് ബോഡി ഷേപ്പിംഗ് ആണ്. ഇപ്പോൾ പലപ്പോഴും പറയുന്നത് ഇപ്പോൾ ബിനുവാടിമാരി കൊല്ലം സുധിക്കെതിരെയൊക്കെ പറയുന്നത് കത്തിട്ടാണ് നിങ്ങൾക്ക് കാണാനൊരു രൂപം ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അതിൽ വരുന്ന ഓരോരുത്തരെയും ബോഡി ഷേമിംഗ് ആണ് പലപ്പോഴും കോമഡി വരുന്നു. ഇത് കോമഡി എന്ന് പറയുന്നത് കുറച്ചുകൂടെ നിലവാരമുള്ള രീതി ചെയ്യും. അപ്പോൾ ബിനോടിമാരിയുടെ തന്നെ ഒരു ആസനം സ്കിറ്റ് ഉണ്ടായിരുന്നു, ഒരു ആസനം കാണിക്കുന്ന പറഞ്ഞുകൊണ്ടുള്ള സ്കിറ്റൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഈ സെൻസറിങ് ഇല്ലാന്നുള്ള അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് എന്തും കാണിക്കാൻ വേണമെങ്കിൽ ആൾക്കാർ കണ്ടോട്ടെ, ഒരു കോമഡി ആണെന്ന് കണ്ടിക്കോട്ടെ എന്ന് കുറച്ചും കൂടി നിലവാരമാവും. ആ ആസനം കോമഡിക്കിടയിൽ പറഞ്ഞ സലീംകുമാറും ഗസ്റ്റും പറയുന്നുണ്ട് ഇതൊരു വളരെ തരം വളരെ മോശമായിട്ടുള്ള സ്കിറ്റാണ് ആ ഗസ്റ്റ് പോലും പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. പക്ഷേ എനിക്ക് ഇതെല്ലാം എന്നോട് ചിലർ പറഞ്ഞു ഞാൻ എനിക്ക് ഇതിലൊന്നും വരാൻ കാരണം അവരുടെയൊക്കെ ഒരു നിലവാരം കുറച്ച് ദിവസം പോയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അവരവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള കോമഡി പറയുന്നു, അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള സ്കിറ്റ് ചെയ്യും. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അവരതാണ് അതിപ്പോൾ എനിക്ക് ഇതൊന്നും പറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതിന്റെ മാനേജ്മെന്റ് ഡയറക്ടർക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലും റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഇതിന്റെ മാനേജ്മെന്റ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ വെറും കൂതറയായി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നു. ചില കാര്യങ്ങൾ അത് കുറേ നിലവാരമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ലെവലിലേക്ക് പോകരുത് എന്ന് കണ്ടസ്റ്റൻസിനോടും മറ്റുള്ളവരോടും ഡയറക്ടറോടും തന്നെ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫണ്ടാണ് വേണ്ടത്, നമുക്ക് കോമഡിയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരാളെ വേദനിച്ചു, ഒരാളിപ്പോൾ അവിടുന്ന് വേദനിച്ചു 4 എനിക്ക് എന്തെങ്കിലും വിഷമം വന്നല്ലോ. ഇപ്പം തന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എത്ര പേര് വേദനിച്ചു. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദനയുണ്ട്, ഇപ്പോഴും എനിക്ക് വേദനയുണ്ട്. അതിൽ ഇപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല. സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൊങ്കാല കിട്ടുന്നവർക്ക് ഒരു വിഷമം എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ടർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്ത പരിപാടി എല്ലാം കൂടി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത്രയും പേരെ വേദനിപ്പിക്കേണ്ട ആവശ്യം അറിയില്ല. മാത്രമല്ല ആ പരിപാടിയുടെ നാച്ചുറൽ അതല്ല. അപ്പോൾ മാനേജ്മെന്റ് ആണ് ഇനി ഒരു തീരുമാനം എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഇത് കൃത്യമായി ബന്ധപ്പെട്ട ആളുകൾ പറയാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ തറ വേണ്ട, തറയും കൂതറയും ഒന്നും ആവണ്ട, നല്ല രീതിയിൽ തന്നെ റേറ്റിംഗ് ഉണ്ടാവും. അത് ചിലരുടെ തോന്നലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ പല പ്രോഗ്രാമും ഇവരെ ഈ പ്രോഗ്രാം തന്നെ പറയുന്നത് പല TV പ്രോഗ്രാം എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ തരാം അല്ലെങ്കിൽ കിസ് പരിപാടിയിലൂടെയുള്ള പൈസ കൊടുക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂ നടത്തുന്ന പരിപാടി ഇവർക്ക് എന്താ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ് വന്നിരിക്കുന്ന വ്യക്തി ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഡയലോഗ് അയ്യോ എനിക്ക് വീടില്ലേ എന്നതില്ല ഞാനിപ്പോൾ 100 അവസ്ഥയിലാണ് ഈ പരിപാടിക്ക് 1 കോടി രൂപ കിട്ടിയത്, ഈ പരിപാടി 10 കോടി കിട്ടിയിട്ട് എനിക്ക് വീട് വെക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെ പറയും അല്ലെങ്കിൽ ഞാൻ ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും വരുന്നവൻ എന്തെങ്കിലും ഒരു സെന്റ് അടിച്ചു വന്ന കാര്യമാണ്. ശരിയാണോ തെറ്റാണോ? അതാണ് കാരണം അത് പ്രൊമോ ആക്കി കാണിച്ച് ജനങ്ങൾ നമുക്ക് എന്താ പരിപാടി ആളുകൾ വെയിറ്റിംഗ് പരിപാടിയാണ്. ജനങ്ങളുടെ ഓരോ വികാരത്തെ എങ്ങനെ ഉപയോഗിച്ച് 10 രൂപ ഉണ്ടാക്കാം, എങ്ങനെ കുറച്ച് പരസ്യം ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ പറയുന്നു. ജനങ്ങളുടെ ഓരോ വികാരം ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ എത്തിക്സ് കൂടി നമ്മൾ അത് കാണിക്കുന്നുണ്ടാവും. കാരണം എങ്ങനെയെങ്കിലും വെയിറ്റിംഗ് ഉണ്ടാക്കുന്ന ഒന്നിനും ഉത്തരല്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേദനിച്ചു മറ്റുള്ളവർ വേദനിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ആ പരിപാടിയുടെ ഒരു നമ്മളെല്ലാവരുടെയും ഒരു അനുഗ്രഹത്തോടെയാണ് പ്രോഗ്രാമിൽ പോകുന്നത്. ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് അതാണ് ആ പ്രോഗ്രാമിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 1-2 ദിവസം നമ്മൾ പരിപാടി നിർത്തുന്നില്ല, ഇനിയും നമ്മൾ പല പരിപാടികളും കാണാം. അപ്പോൾ ഓരോരുത്തരും മനസ്സിലുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് അവരെവിടെ എങ്ങനെ എപ്പോൾ തീർക്കും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതേപോലുള്ള ശാപം ഒരു പരിപാടിക്ക് വരുമ്പോൾ
അത് ഭാവിയിലും ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്യും. സന്തോഷ് പണ്ഡിറ്റ് ഒരു പാവമായിരുന്നു, സന്തോഷ് പണ്ഡിറ്റ് ആ പരിപാടി കംപ്ലീറ്റ് ചെയ്തതിനാവും. അതേസമയം അങ്ങനെ ആവണമെന്നില്ല. സന്തോഷ് പണ്ഡിറ്റ് മേലെ കുതിര ശരി എന്നാൽ പിന്നെ നമുക്ക് ഇനി വരുന്ന വേറെ ആളെ നമുക്ക് ഇതേപോലെ തിരിച്ച് വലിച്ചോട്ടിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കാൻ പറയാൻ പറ്റില്ല. പിന്നെ എന്നോട് ചില ആളുകൾ ചോദിച്ചു, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈ കളി കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ സ്ക്രിപ്റ്റാണ്, നിങ്ങൾ ആ പരിപാടി നിർത്തി വന്നിട്ട് നിങ്ങളോട് ഒരു ബഹുമാനം ഉണ്ടാവുമായിരുന്നു. ഞാൻ പറയുന്നു, അവരുടെ വിവരക്കുറവ് കൊണ്ടും അത് ബോധമില്ലാത്തത് കൊണ്ടുമാണ് പറയുന്നത്. അവർ പറഞ്ഞു കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ട്. അതേപോലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി സർവോപരി ആ പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകളുടെ കൃത്യ സ്വഭാവം, അവർ യഥാർത്ഥ സ്വഭാവം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഇത് പറ്റി. സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛനും കൊടുത്ത സംസ്കാരം, അവരുടെ അച്ഛനും കൊടുത്ത സംസ്കാരം ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അത് ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഈ പരിപാടി കൊടുക്കും. അങ്ങനെ ഒരു ഗുണം സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടോ? എന്തെല്ലാം ഇതുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞു ആ ചോദ്യം മറുപടി കൊടുത്തു, ക്ഷമയോടെ മറുപടി പറഞ്ഞു. ബാക്കി ഞാൻ നടത്തുന്നു. ഞാൻ എന്തിനും ഇറങ്ങി വരണം, ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇത് കഥ മാറി കേട്ടോ. ഞങ്ങൾ അയാളെ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ എല്ലാ രാസങ്ങളുടെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാര്യം കെട്ടാൻ എന്നുള്ള പാട്ടിനെ ഞങ്ങൾ ഇങ്ങനെ ആക്കിയപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയി, ഞങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അവർ പുതിയ ഗെയിം കളിക്കാം. ഇതിപ്പോൾ ആ ഒരു ഗെയിമിനൊന്നും അവർ കൊടുക്കാതെ കൃത്യമായി പറഞ്ഞു വന്നു. ഇതല്ലേ വേണ്ടത്, ഞാൻ തന്നെ ഇറങ്ങി വരുന്നത്, എനിക്കല്ലോ മാത്രമല്ല പുറത്തിറങ്ങുമ്പോൾ ഇതന്നെയല്ലേ വരുന്നത്, എനിക്കല്ലേ പ്രശ്നം വരുന്നത്, മറ്റുള്ളവരാണ് പ്രശ്നം വരുന്നത്. സോ ഇനിയെങ്കിലും ഞാൻ പറയും, റേറ്റിംഗ് ആവശ്യമാണ്, പക്ഷേ കുറച്ചുകൂടി നിലവാരം ഉള്ളത് ചെയ്താൽ നന്നാവും. ഇനി അതല്ല ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് വേണ്ടതെങ്കിൽ ഓൾ ദ ബെസ്റ്റ്, എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ഈ പരിപാടി സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. സന്തോഷ് പണ്ഡിറ്റിനെതിരെ നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെ ഒരു ഗെയിം കളിച്ചാണെന്നുള്ളത് അതുമായി ഇപ്പോൾ വിവാദപ്പെട്ടിരിക്കുന്ന ആളുകളാണ് പറയേണ്ടത്. സന്തോഷ് പണ്ഡിറ്റിനെതിരെ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ ചില ആളുകൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളുകൾ അവരോട് ചോദിക്കുക, ആരാണ് സന്തോഷ് പണ്ഡിറ്റിനെതിരെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തന്നത്? ആ വ്യക്തിയാണ് ഈ കഥയിലേക്ക്. ഇത് തന്നെയാണ് മുമ്പ് നേതൃത്വ രേഖയിൽ ബാബുരാജ് സാറും ഞാൻ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലും പറഞ്ഞു കിട്ടണം ഈ ഒരു ചോദ്യം അവിടെ ആവശ്യം. അന്ന് ആ കുറച്ച് കുട്ടികൾ പറഞ്ഞു, അവരത് അതെ സ്ട്രീറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് എന്നോട് പറഞ്ഞത്. അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കണ്ടസ്റ്റൻസിനോട് നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം, ഇത് സ്ക്രിപ്റ്റ് സന്തോഷ് പണ്ഡിറ്റിനെതിരെ ഒരു ആരെങ്കിലും പറഞ്ഞു നിങ്ങളോട് ചെയ്യിച്ചാണ്. അപ്പോൾ അവർ അതേ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞെങ്കിൽ ആരാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്? സന്തോഷ് പണ്ഡിറ്റിനെ ഇങ്ങനെ കരിയർ പരിശീലിക്കാൻ പറ്റുന്നത് നിങ്ങൾ സ്ക്രിപ്റ്റ് തന്നിരിക്കുന്ന ആരാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്കിൽ ഇതിലെ യഥാർത്ഥ വില്ലനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ആ യഥാർത്ഥ വില്ലൻ എന്നും ബാക്കോട്ട് വരികയും ഇങ്ങനെയുള്ള ചില കരുക്കൾ എന്നേ ഞാൻ പറയും. ഇങ്ങനെ ചില കരുക്കളിലൂടെ കടന്നു. ഇതിപ്പോൾ ഞാൻ അടുത്ത പ്രോഗ്രാമിൽ ഞാൻ ഏതെങ്കിലും പോകാൻ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു അതിനോട് ഒപ്പിക്കും, ഒന്നുകിൽ ക്രൗഡിൽ നിന്ന് ഒരാൾ ഒപ്പിക്കും, അല്ലെങ്കിൽ അതിഥികളിൽ നിന്ന് ഒപ്പിക്കും, അതല്ലെങ്കിൽ മിമിക്രിക്കാരനോട് വേണം നീ ഇങ്ങനെ ചെയ്യും, അവൻ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ അടുത്ത പ്രാവശ്യം പിടിക്കുള്ളൂ എന്ന് വയറ്റപ്പഴപ്പിന്റെ ഭാഗമായിട്ട് അവൻ പറയും. ആളുകൾ ഇന്നലെ കൊണ്ടുവരും. അപ്പം ഇത് ശ്രീകണ്ഠൻ നായർ ഷോ മുമ്പ് ഞാൻ മിമിക്രിക്കാരൻ നടന്നതിന്റെ തുടർച്ചയാണിത്. അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ്. ഇനിയെങ്കിലും റേറ്റിംഗിന് വേണ്ടി പരിധി വിടാൻ നോക്കുക. ആരെയും വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് ഒരു റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി എല്ലാവർക്കും വിട്ടു. സന്തോഷ് പണ്ഡിറ്റിനൊന്നും ഒരു പ്രശ്നമല്ല. ഇത് നല്ല ഇനി പോകാൻ വിളിച്ചാൽ ഞാൻ പോകും, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ കാണുന്നവരുടെ ഒരു വേദനയുണ്ട്, അതുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.